സാഹചര്യങ്ങളെ അതിജീവിച്ച് ഒരുപാട് വിജയികൾ ഉണ്ടായിട്ടുള്ള ഒരിടമാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ. 40 വർഷം പിന്നിടുമ്പോൾ ബ്രില്യൻറ്റിലൂടെ ഇതിനോടകം 1 ലക്ഷം ഡോക്ടർമാരും 1.5 ലക്ഷം എഞ്ചിനീയർമാരും കടന്നുപോയി. ഈ പറഞ്ഞ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ബ്രില്യൻറ്റിലേക്ക് കടന്നു വന്നത് നിങ്ങളെപ്പോലെ തന്നെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുമായാണ്. അവരിൽ നല്ലൊരു ശതമാനവും ബ്രില്യൻറ്റിന്റെ പടിയിറങ്ങിയത് ലക്ഷ്യം നേടിയെടുത്തുകൊണ്ടും. നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് എന്ന് തോന്നിപ്പിക്കുന്ന ബ്രില്യൻറ്റിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ ജീവിത കഥ ഞാൻ പറയാം. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം എക്സാമിന് ബാക്കി നിൽക്കെ നിങ്ങളെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു റിയൽ ലൈഫ് സ്റ്റോറി. ഒരു അമ്മയും മകനും ഒരുപാട് പ്രതീക്ഷകളോടെ ബ്രില്യൻറ്റിലേക്ക് ഒരു ദിവസം കടന്നു വരുന്നു. കോട്ടയമാണ് സ്വദേശം. ആ കുട്ടിയെ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകനാണ് +2 ഒക്കെ കഴിഞ്ഞ ആ ഒരു സമയത്തോടനുബന്ധിച്ച് ബ്രില്യൻറ്റിലേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ പറയുന്നത്. അവരിവിടെ വന്നു, ഡയറക്ടേഴ്സിനെ കണ്ടു. മകന് ഡോക്ടർ ആവാൻ നല്ല ആഗ്രഹമാണെന്നും സ്കൂളിലൊക്കെ നന്നായി പഠിക്കുമെന്നും അമ്മ പറഞ്ഞു. നീ അത്ര നന്നായി പഠിക്കുമോ എന്ന് ഡയറക്ടർ സാർ ചോദിച്ചപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെ ആത്മവിശ്വാസം സംഭരിച്ച് തന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ദൃഢനിശ്ചയത്തോടെ സംസാരിക്കുന്ന ഒരു ആൺകുട്ടിയെയാണ് സാർ അവിടെ കണ്ടത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇന്നോളം എഴുതിയ എല്ലാ പരീക്ഷകളിലും മിടുക്കൻ, ക്ലാസ്സിലെ ടോപ്പർ. ആഗ്രഹം ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന നല്ലൊരു ഡോക്ടർ ആവാനാണത്രേ. അതൊരു ഉറച്ച തീരുമാനമാണെന്നുള്ളത് ആ വിദ്യാർത്ഥിയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാവും. എന്നാൽ അതിനുശേഷം ആ വിദ്യാർത്ഥി തൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങി. ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും പറയാൻ തുടങ്ങി. നല്ല മാർക്കൊക്കെ വാങ്ങി സ്കൂൾ വേദിയിൽ കയറി നല്ല സമ്മാനങ്ങളൊക്കെ നേടുമ്പോൾ ആളുകൾ ചോദിക്കും, നിനക്ക് ആരാകാനാണ് ആഗ്രഹം? ഒരു സെക്കൻഡ് പോലും ചിന്തിക്കേണ്ട ആവശ്യം ആ വിദ്യാർത്ഥിക്ക് വരാറില്ല. ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഡോക്ടർ. സാർ, എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ട് ഒരു നല്ല ഡോക്ടർ ആവാൻ. പക്ഷേ ചില മനുഷ്യരില്ലേ, ആഗ്രഹിക്കാനും സ്വപ്നം കാണാനും വേണ്ടി മാത്രം ജനിച്ചവർ. അങ്ങനെ ഒരു ഗണത്തിൽപ്പെടുന്ന ഒരാളാണ് സാർ ഞാൻ. ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കില്ല. എന്നിട്ട് ആ വിദ്യാർത്ഥി തൻ്റെ ജീവിത പശ്ചാത്തലം പറയാൻ തുടങ്ങി. സാറിനറിയുമോ, ഒരായുസിൻ്റെ സ്വപ്നമാണ് ഒരു വീട്. എനിക്ക് ഒരു ചോർന്നൊലിക്കുന്ന വീടുണ്ട്. അത് ഈ ഉറുമ്പ് കൂന കൂട്ടണ പോലെ അമ്മ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു സ്വർഗമാണ്. ടാർ ഷീറ്റിട്ട് ചോർന്നൊലിക്കുന്ന വീട്ടിൽ ഒരു മെഴുകുതിരി വെട്ടത്തിൽ അമ്മ ഉറങ്ങാതെ ചോർച്ചയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റി മാറ്റി കിടത്തുന്ന രംഗം, അമ്മ എന്ന വാക്കിൻ്റെ ജീവൻ എന്നെ ആഴത്തിൽ പഠിപ്പിക്കുന്ന ഒന്നായിരുന്നു. പക്ഷെ അച്ഛൻ അതിന്നും ഇപ്പോൾ സാറിൻ്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് 2 പേർക്കും പേടി സ്വപ്നമാണ്. എന്നും മദ്യപിക്കുന്ന അച്ഛൻ അമ്മയെയും എന്നെയും ഒരുപാട് ഉപദ്രവിക്കും, വേദനിപ്പിക്കും. എന്തെങ്കിലും ചെറുതായി സമ്പാദിച്ച് അമ്മ മാറ്റി വെച്ചാൽ അമ്മയെ നന്നായി ഉപദ്രവിച്ചിട്ട് അത് എടുത്തുകൊണ്ട് പോകും. നമ്മുടെ മകൻ നന്നായി പഠിക്കും, അവന് നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ അവൻ വല്ല കൂലിപ്പണിയും എടുത്ത് ജീവിച്ചോളും എന്നാണ് അച്ഛൻ്റെ മറുപടി. സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ട് നേരിടുന്നത് കൊണ്ട് തന്നെ ആ വിദ്യാർത്ഥി രാത്രികാലങ്ങളിലൊക്കെ പെട്രോൾ പമ്പിൽ നിൽക്കാൻ പോയിട്ടുണ്ട്, സെക്യൂരിറ്റിയായി നിന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കിട്ടുന്ന തുച്ഛമായ പണം കൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെറുതായെങ്കിലും നടന്നു പോകുന്നത്. പക്ഷെ അതെല്ലാം അച്ഛൻ എങ്ങനെയുമൊക്കെ ഉപദ്രവിച്ച് കൈക്കലാക്കും അത്രേ. അച്ഛൻ്റെ ഇത്തരത്തിലുള്ള നീചമായ സ്വഭാവം കാരണം പല നാളുകളിലും പട്ടിണി കിടന്നിട്ടുണ്ട് സാർ. പലരുടെയും കടുപ്പിച്ച വാക്കുകൾക്ക് മുന്നിൽ തല താഴ്ത്തി നിന്നിട്ടുണ്ട് സാർ. അച്ഛൻ എവിടുന്നേലും ബ്ലേഡിന് പണം കടം വാങ്ങും. അത് കുറച്ചുനാൾ മുടങ്ങുമ്പോൾ ചീത്ത വിളിക്കാൻ വീട്ടിലേക്ക് വരുന്ന ആളുകളെ ഓർത്ത് ഞാനും അമ്മയും പേടിച്ചൊളിച്ചിരുന്നിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ചില അവധി ദിവസങ്ങളിൽ കൂട്ടുകാരന്മാരുടെ വീട്ടിൽ പോകുന്ന ഒരു പതിവുണ്ട്. എനിക്കതൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. കാരണം അവിടെ അവരുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവരുടെയൊക്കെ അച്ഛനെയൊക്കെ കാണുമ്പോൾ ആ അച്ഛൻ ഒക്കെ അവരെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണ് നിറയാറുണ്ട്. ചില ദിവസങ്ങളിൽ കൂട്ടുകാർ പറയും, ഇന്ന് നിൻ്റെ വീട്ടിലേക്ക് വരാമെന്ന്. എൻ്റെ ജീവിത സാഹചര്യം അത്ര നല്ലതല്ലാതിരുന്നത് കൊണ്ട് കൂട്ടുകാരെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് മടിയായിരുന്നു. ഞാൻ നന്നായി പഠിക്കുന്നത് കൊണ്ട് എൻ്റെ ഒപ്പം ഇരുന്ന് പഠിക്കാനാണ് എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടം. അങ്ങനെ ഒരു ദിവസം അമ്മയ്ക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടി. നീ കൂട്ടുകാരോടൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരാൻ അമ്മ പറഞ്ഞു. അമ്മ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൂട്ടുകാരെയൊക്കെ എക്സാമിൻ്റെ ഒരു സമയമായിരുന്ന ദിവസം വീട്ടിലേക്ക് വിളിച്ചു. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മദ്യവെച്ചിട്ട് അച്ഛൻ കയറി വന്നു. അമ്മയ്ക്ക് കിട്ടിയ പണം എവിടെയെന്ന് ചോദിച്ചാണ് അച്ഛൻ വഴക്ക് തുടങ്ങുന്നത്. അമ്മയെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് തല്ലാൻ തുടങ്ങി. എന്നെയും കുറേ തല്ലി. എൻ്റെ പുസ്തകങ്ങൾ വലിച്ചു കീറി. കൂട്ടുകാരെയും ചീത്ത വിളിച്ച് അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എന്നും അച്ഛൻ്റെ ചെയ്തികൾ കാണുന്ന എന്നെപ്പോലല്ലല്ലോ സാർ അവർക്ക്. അവർ നന്നായി പേടിച്ചു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഭക്ഷണം പോലും അച്ഛൻ വലിച്ചെറിഞ്ഞു. ഗതി കെട്ടിട്ട് അമ്മ ആ പൈസ അച്ഛന് കൊടുത്തു. നിലവിട്ട് കരഞ്ഞ അമ്മയുടെ അടുത്ത് ഞാൻ ചേർന്നിരുന്നപ്പോൾ എന്നെയും എൻ്റെ അമ്മയും അല്പം പേടിയോടുകൂടി
നോക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കൂട്ടുകാരെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. പിന്നീട് എന്നെ കാണുമ്പോൾ കുറേ ആശ്വാസവാക്കൊക്കെ പറയാൻ അവർ ശ്രമിക്കും. പക്ഷേ എനിക്കതിനോട് പൊരുത്തപ്പെടാൻ സാധിച്ചിരുന്നില്ല. സ്കൂളിലൊക്കെ ഞാൻ ഒറ്റയ്ക്കായി തുടങ്ങി. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിച്ചു. +2 നല്ലൊരു സ്കോർ ഞാൻ കരസ്ഥമാക്കി. പക്ഷെ അതിനെല്ലാം ശേഷം ഇപ്പോൾ എൻ്റെ മുന്നിൽ കുറേ ചോദ്യചിഹ്നം മാത്രമേ ഉള്ളൂ സാർ. ഒന്ന്, ആഗ്രഹം ഡോക്ടർ ആവാനാണെങ്കിലും സാഹചര്യം അത് നടത്തി തരില്ല. 2, എൻ്റെയും എൻ്റെ അമ്മയുടെയും നാശം മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു അച്ഛൻ. അത് ഇന്നും എൻ്റെ ഒരു പേടി സ്വപ്നമാണ്. 3, അച്ഛൻ പറഞ്ഞതുപോലെ ഡോക്ടർ ആവണമെന്ന സ്വപ്നത്തെയൊക്കെ മറന്ന് കൂലിപ്പണിക്ക് പോകേണ്ട ഒരു അവസ്ഥ. അത് മാത്രമാണ് ഇനി എൻ്റെ മുന്നിലുള്ളത്. ഇത് കേട്ട് ഡയറക്ടർ സാർ അമ്മയോട് ചോദിച്ചു, 1 വർഷത്തേക്ക് ഇവനെ ബ്രില്യൻറ്റിന് തരാൻ പറ്റുമോ? ഞങ്ങൾ നോക്കിക്കോളാം. വേറെ ഒന്നിനെക്കുറിച്ചും ഓർത്ത് അമ്മ പേടിക്കണ്ട. അമ്മയ്ക്ക് ഒരുപാട് ആശ്വാസം നൽകുന്ന വാക്കുകൾ ഇങ്ങനെ ഡയറക്ടർ സാർ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അവൻ ബ്രില്യൻറ്റിലേക്ക് എത്തി. ആദ്യ കുറച്ച് നാളുകളിലൊക്കെ വീട്ടിൽ പോയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് ഒരു ദിവസം അച്ഛൻ അമ്മയെയും മകനെയും മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കൽ കൂടി ആ വീട്ടിൽ അരങ്ങേറുകയാണ്. ആ അവസ്ഥ പിന്നെയും ഡയറക്ടർ സാറിനെ കണ്ട് അവൻ പറഞ്ഞു. ബ്രില്യൻറ്റിലെ എല്ലാ വീക്ക്ലി എക്സാമിലും നല്ല സ്കോർ ചെയ്തുകൊണ്ടിരുന്ന വിദ്യാർത്ഥി ആയിരുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും അവനെ നഷ്ടപ്പെടുത്താൻ ബ്രില്യൻറ്റ് ആഗ്രഹിച്ചിരുന്നില്ല. ആ വിദ്യാർത്ഥിയുടെ സാഹചര്യം മനസ്സിലാക്കിയ ബ്രില്യൻറ്റ് ടീം അമ്മയ്ക്കും മകനും ഒരു ചെറിയ വീടൊരുക്കി നൽകാമെന്ന് പറയുകയും പഠിത്തത്തിൽ മാത്രം ഇനി നീ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയെന്നുമുള്ള തിരിച്ചറിവ് നൽകുകയും ചെയ്തു. അങ്ങനെ അവർ പാലായിലേക്ക് എത്തുകയാണ്. ഇതിനിടയിൽ ആ വിദ്യാർത്ഥി തൻ്റെ സഹപാഠികളോടും ക്ലാസ് ടീച്ചറിനോടും പഠിപ്പിക്കുന്ന സാറുമാരോടും എല്ലാം പറയുമായിരുന്നു അത്രേ, എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു വിദ്യാർത്ഥി ഇവിടെ ഇല്ല എന്നേ പറയാവൂ. കാരണം അമ്മയും കൂട്ടി കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞാണ് അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ മറ്റൊരിടേക്കുമില്ലെന്നുള്ള തീരുമാനം ഉറച്ചതാണ്. തിരികെ പോയാൽ അച്ഛൻ തന്നെ വിടില്ല എന്ന പേടി, ഇതെല്ലാം ആ അമ്മയും മകനെയും ബ്രില്യൻറ്റിൽ തന്നെ പിടിച്ചു നിർത്തുന്നതിലെ പ്രധാന കാരണങ്ങളായിരുന്നു. പല ആവശ്യങ്ങൾക്കായി ഇടയ്ക്ക് വീട് വരെ അമ്മ പോയി വരാറുണ്ട്. അന്നെല്ലാം ഈ വിദ്യാർത്ഥിയുടെ അച്ഛൻ്റെ മനസ്സിൽ സംശയങ്ങൾ വന്നു തുടങ്ങി. അവർ വീട് വിട്ട് ഒരു ജോലിക്ക് പോയിരിക്കുകയല്ല എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളാണ് മനസ്സിൽ ഉടലെടുത്തത്. ഒരിക്കൽ നീറ്റ് എക്സാമിന് ഏകദേശം 1 മാസം ബാക്കി നിൽക്കെ അദ്ദേഹം നന്നെ അന്വേഷിച്ച് കണ്ടെത്തി. അപ്പൻ പാലായിൽ അവർക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്ന വീട്ടിലേക്ക് എത്തുകയും അവർ വീട്ടിലായിരിക്കുന്ന ഒരു സന്ധ്യാസമയം നോക്കി വലിയ ഒരു ബഹളമുണ്ടാക്കുകയും ചെയ്തു. അവൻ്റെ പുസ്തകങ്ങളും അവൻ തയ്യാറാക്കിയ നോട്ടുമെല്ലാം കത്തിച്ചു കളഞ്ഞു. ചുറ്റുപാടുമുള്ള വീട്ടുകാരെല്ലാം അവരെ സഹതാപത്തോടെ നോക്കാൻ തുടങ്ങി. ആ അമ്മയും മകനും കരയാൻ തുടങ്ങി. തൊട്ടടുത്തുള്ള വീടുകളിൽ താമസിക്കുന്ന ആരോ ബ്രില്യൻറ്റിൽ വിളിച്ചു പറഞ്ഞു, ബ്രില്യൻറ്റിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെയും ആ കുട്ടിയുടെ അമ്മയെയും വീടിന് മുന്നിലിട്ട് തല്ലി ചതയ്ക്കുകയാണ് എന്നാണ് ബ്രില്യൻറ്റിൽ വിളിച്ച് പറയുന്നത്. ബ്രില്യൻറ്റ് മാനേജ്മെൻറ്റ് പോലീസിനെ വിളിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. താൻ 1 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചതെല്ലാം മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നൊരവസ്ഥ. നീറ്റ് എക്സാമിന് ഇനി മുൻപിലുള്ളതാണെങ്കിൽ 1 മാസം മാത്രം. പിന്നീട് ബ്രില്യൻറ്റ് തൻ്റെ പഠനകാലം അനുവദിച്ച് നൽകിയ ആ വീട്ടിൽ നിൽക്കാൻ ആ വിദ്യാർത്ഥിക്കും ആ മാതാവിനും മടിയായിരുന്നു. സ്വന്തം വീട്ടിലേക്ക് അവർ മടങ്ങി. പഠിക്കാൻ പുസ്തകം തുറന്നാൽ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ പഠിച്ചുകൊണ്ട് മാത്രം ഇരുന്ന ആ വിദ്യാർത്ഥിയുടെ കയ്യിൽ ഒരു ബുക്കോ പുസ്തകമോ ഒന്നുമില്ല. ഒരു വെള്ള പേപ്പർ തൻ്റെ മുഖത്തോട് ചേർത്ത് പിടിച്ച് വെച്ച് ആ വിദ്യാർത്ഥി കരയുകയാണ്. മോഡൽ എക്സാമിൽ ബ്രില്യൻറ്റ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്ന വിദ്യാർത്ഥി അവസാന മോഡൽ എക്സാം ആയപ്പോഴേക്കും ബ്രില്യൻറ്റിലേക്ക് വരാതെയായി. ക്ലാസ് ടീച്ചർ പലതവണ വിളിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും അവൻ അതിനോട് പ്രതികരിക്കുന്നത് മറ്റൊരു രീതിയിലായിരുന്നു. ഇത് ക്ലാസ് ടീച്ചർ ഡയറക്ടറിനെ കണ്ട് റിപ്പോർട്ട് ചെയ്തു. സാർ ഒരിക്കൽ അവനെ ഫോൺ വിളിച്ചു. ബ്രില്യൻറ്റ് വരെ ഒന്ന് വരാൻ പറഞ്ഞു. തനിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്ത ഡയറക്ടറിനെ കാണാൻ അന്ന് തന്നെ അവൻ വന്നു. അവൻ്റെ മാനസികാവസ്ഥ കേൾക്കാൻ സാറ് തയ്യാറായി. അവനവൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം സാറിനോട് പറഞ്ഞു. സാർ 3 ചോദ്യങ്ങൾ മാത്രമേ അവനോട് ചോദിച്ചുള്ളൂ. ബ്രില്യൻറ്റ് റിപ്പീറ്റർ ബാച്ചൊക്കെ ആരംഭിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇതുപോലെ എൻ്റെ മുൻപിൽ നീ വന്നിരുന്നിട്ടുണ്ട്. ആത്മവിശ്വാസത്തോടെ എന്നോട് അന്ന് നീ ഒരു ആഗ്രഹം പറഞ്ഞു. എന്തായിരുന്നു അത്? ഡോക്ടറാവുക. നിൻ്റെ വീട് വിട്ട് നിൻ്റെ അമ്മയോടൊപ്പം ഈ പാലായിലേക്ക് വന്ന് 1 വർഷം കഷ്ടപ്പെട്ട് നീ പഠിച്ചത് എന്ത് നേടാൻ വേണ്ടിയിട്ടാണ്? ഡോക്ടർ എന്ന ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട്. എന്നോട് ഒരിക്കൽ നീ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു.
പട്ടിണി കിടന്നിട്ടുണ്ട്. പലരുടെയും കടുപ്പിച്ച വാക്കുകൾക്ക് മുന്നിൽ തല താഴ്ത്തി നിന്നിട്ടുണ്ട്. ഇനിയും നീ കരഞ്ഞുകൊണ്ടിരുന്നാൽ അതേ ദിവസങ്ങൾ തന്നെ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പഠിക്കാൻ മിടുക്കനാണ് നീ. ആരൊക്കെ നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഈശ്വരൻ നിന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് നീ ഇത്ര മിടുക്കനായത്. ഇനി നിനക്ക് തീരുമാനിക്കാം, കരഞ്ഞു തീർക്കാനുള്ളതാണോ ജീവിതം, അതോ MBBS എന്ന ലക്ഷ്യം നേടി പുതുക്കി പണിയാനുള്ളതാണോ ജീവിതമെന്ന്. നിന്റെ ആഗ്രഹം നീറ്റ് പരീക്ഷയിൽ നല്ലൊരു വിജയം നേടി മുന്നോട്ട് പോവുക എന്നതാണെങ്കിൽ നിനക്ക് ഞാൻ ഒരു ഹോസ്റ്റൽ ഒരുക്കി തരാം. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നീറ്റിന് ഇനിയുള്ളൂ, ഏകദേശം 15 ദിവസങ്ങൾ. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നീ ബെർലിനിലെ എല്ലാ മോഡൽ എക്സാമുകളും എഴുതിയിരിക്കണം. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലൊരു ഡോക്ടർ ആവാൻ നിനക്ക് പറ്റും. ആൻഡ് നീ അത് അർഹിക്കുന്നുമുണ്ട്. അവനെ അവൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ പക്കൽ ഏൽപ്പിച്ചു. അവർ അവനെ ഹോസ്റ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ ഹോസ്റ്റലിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൻ്റെ ടേബിളിൽ പുതിയ പുസ്തകങ്ങൾ, ലെക്ചർ നോട്ട്സ്, അങ്ങനെ തുടങ്ങി അവന് പഠിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവനേക്കാൾ കൂടുതൽ അവൻ്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാൻ വലിയൊരു ടീം ഇവിടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് അവനുണ്ടായി. അവൻ ആത്മാർത്ഥമായിരുന്നു പിന്നെയും പഠിക്കാൻ തുടങ്ങി, കഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ നീറ്റ് എക്സാം വന്നു. ആത്മവിശ്വാസത്തോടെ എക്സാം ഹാളിലേക്ക് അവൻ പ്രവേശിച്ചു. എക്സാം കഴിഞ്ഞ് തിരികെ അവൻ ബെർലിനിലേക്ക് വന്നു. അധ്യാപകരോടും ഡയറക്ടേഴ്സിനോടും എല്ലാം കണ്ണ് നിറഞ്ഞുകൊണ്ട് അവൻ നന്ദി പറഞ്ഞു. പിന്നീട് ഒരിക്കൽ റിസൾട്ട് വന്നപ്പോൾ കേരള റാങ്ക് 17 കരസ്ഥമാക്കി കേരളത്തിലെ നമ്പർ 1 മെഡിക്കൽ കോളേജിലൊന്നിൽ അഡ്മിഷൻ നേടിയെടുത്തു. ഇപ്പോൾ മറ്റൊരു സംസ്ഥാനത്ത് തന്നെയുള്ള പ്രശസ്തമായ ഹോസ്പിറ്റലിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. ഒരുപാട് സന്തോഷത്തോടെ ആ അമ്മയും ഇന്ന് ഒപ്പമുണ്ടെന്നത് എടുത്തു പറയണം. വിജയിക്കാൻ ഉറച്ചു മുന്നേറിയാൽ ഒരു തടസ്സങ്ങൾക്കും നമ്മെ പരാജയപ്പെടുത്താനാകില്ല. ഈ വാക്കുകൾ യാഥാർത്ഥ്യമാക്കുന്ന തരത്തിലാണ് ഈ കുട്ടിയുടെ ജീവിതം. സ്വാഭാവികമായും ഇത് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും, എന്തുകൊണ്ട് ആ കുട്ടിയുടെ പേര് പരാമർശിക്കുന്നില്ല എന്ന്. ഈ വിദ്യാർത്ഥിയുടെ ദൃഢനിശ്ചയത്തെ, ലക്ഷ്യം നേടാനുള്ള ആഗ്രഹത്തെ നന്നേ മനസ്സിലാക്കിയ ഡയറക്ടർ സാറാണ് എന്നോട് ഈ കഥ പറഞ്ഞത്. എന്നാൽ ഈ റിയൽ ലൈഫ് സ്റ്റോറി ഇവിടെ പറയുന്നതിന് മുൻപ് സാർ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചിരുന്നു. മറന്നുപോയ പല ഭാഗങ്ങളും ഇന്ന് ഡോക്ടറായി മാറിയ അന്നത്തെ ആ വിദ്യാർത്ഥി തന്നെയാണ് ഈ കഥയിൽ കൂട്ടിച്ചേർത്ത് തന്നതും. പക്ഷേ എല്ലാത്തിനും അവസാനം അദ്ദേഹം ഇതും കൂടി പറഞ്ഞു, സർ, ഇതിൽ എൻ്റെ പേര് നിങ്ങൾ പരാമർശിക്കരുത്, അതെൻ്റെ സ്വകാര്യതയാണ്. പക്ഷേ എൻ്റെ ജീവിതം, ആ നാളുകൾ, അതിലൂടെ ഞാൻ നേടിയെടുത്ത വിജയം, അത് മറ്റുള്ളവരെ സ്വാധീനിക്കുമെങ്കിൽ എൻ്റെ പേര് പരാമർശിക്കാതെ എൻ്റെ കഥ നിങ്ങൾ പറഞ്ഞുകൊള്ളൂ. ഇത് കേൾക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ഒരിക്കലെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈ കുട്ടിയെ വെച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ പങ്കുവെച്ച ഈ ഡോക്ടറുടെ ജീവിതാനുഭവം വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ എത്ര കരുതലോടെയാണ് നമുക്ക് വിദ്യാഭ്യാസം നേടിത്തരുന്നത്. നമുക്കുള്ള പഠന സാധ്യതകളും സാഹചര്യങ്ങളും എത്രയോ വിശാലമാണെന്നും ആ ഡോക്ടർ നമ്മളെ കാട്ടിത്തരുന്നുണ്ട്. കഷ്ടപ്പെട്ട് ജീവിതത്തിൽ വിജയിച്ച ആ ഡോക്ടർ ഈ വർഷം നീറ്റ് എഴുതുന്ന വിദ്യാർത്ഥികളോട് പറയാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇനിയോടെ പറയാം. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ആത്മാർത്ഥമായിരുന്നു പഠിക്കണം. എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് അവസാന നാളുകളിൽ ആ കുട്ടിക്ക് തോന്നിയപ്പോഴും ലക്ഷ്യത്തെ കൈവിടാൻ ഞാൻ തയ്യാറായിരുന്നില്ല. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ കഷ്ടപ്പെട്ടേ മതിയാവൂ എന്ന തിരിച്ചറിവുണ്ടായി. പഠിക്കണം. സമയം വിലപ്പെട്ടതാണ് എന്ന തിരിച്ചറിവോടുകൂടി തന്നെ പഠിക്കണം. ചോദ്യങ്ങൾ പരമാവധി ചെയ്ത് പഠിക്കണം. തെറ്റുന്ന ചോദ്യങ്ങളിലേക്ക് തെറ്റിനെ തിരുത്തി എത്തുന്നിടം വരെ പഠിക്കണം. എത്ര ചോദ്യങ്ങൾ ഒരു ദിവസം ചെയ്യാമോ അത്രയും ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം. കടന്നുപോയ ഓരോ നിമിഷങ്ങൾക്കും നന്ദി പറയണം. വരാൻ പോകുന്ന പ്രതീക്ഷകളെ നോക്കി പുഞ്ചിരിച്ച് ഒരു മനോഹരമായ സ്വാഗതം പറയണം. വൺ ഡേ, ഒരു നാൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതവും മാറും. നന്ദി. എന്തിനോ ഈ വഴി വന്നു നീ, നെഞ്ചിലെ ചില്ലയിൽ നിന്നു നീ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.